ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാടൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. താഴത്തേക്കുള്ള കണ്ടിന്യൂഷൻ ട്രേഡ് കിട്ടാനുള്ള സാധ്യത വെരി ഹൈ ആണെന്ന് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആരെങ്കിലും ഓർമ്മയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു 2x സ്പീഡിൽ അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി സെയിം നമ്മൾ ഇന്നലെ എന്താണോ പറഞ്ഞത് സെയിം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട സിനാരിയോ ഉണ്ടായിരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു, അതിനുശേഷം പ്രോപ്പറായിട്ട് ഇവിടെ റേഞ്ച് ഉണ്ടാക്കുന്നു, ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഡൗൺ തരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഇൻഫാക്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തതിൻ്റെ താഴത്തേക്ക് വരുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ചെറിയൊരു നെഗറ്റീവും കാര്യങ്ങളൊക്കെ കാണിച്ചു. ആൻഡ് അതിനുശേഷം ഈ ഒരു മൂവിൽ നല്ലൊരു പ്രീമിയം ഹൈക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയപ്പോഴേക്ക് എനിക്ക് പ്രീമിയത്തിൽ ഒരു 100 പോയിൻറ്റ്സ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. ആൻഡ് അതിനുശേഷം പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ഓട്ടത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു റേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗണിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സെക്കൻഡ് ടാർഗറ്റ് വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ബട്ട് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരുന്നു ഈ ഒരു ചാർട്ടിൽ ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത്, ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗൺ എന്നുള്ളത്. ഇൻഫാക്ട് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വരുന്ന കാര്യം, ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലൊക്കെ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയൊക്കെ വരേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ റേഞ്ചിൻ്റെ ബ്രേക്കൗട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്കൊരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കിട്ടുക. അതിനുശേഷം ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ്. ബട്ട് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾ ആരെങ്കിലും സിഇയിൽ നിങ്ങളുടെ സെറ്റപ്പ് വഴി ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിനെ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഹീറോ സെറ്റപ്പ് എന്താണെന്നുള്ളത് പോലും ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് നിങ്ങൾക്ക് സിഇയിൽ ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് മാറ്റുക എന്നല്ല ഞാൻ പറഞ്ഞത്. കൗണ്ടർ ട്രേഡുകൾ നിങ്ങളുടെ സെറ്റപ്പിൽ വരുമ്പോൾ, അതായത് ഒരു ട്രെൻഡ് ഡൗൺ ആണ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ട്രേഡ് നിങ്ങളുടെ സെറ്റപ്പിൽ വരുമ്പം ആ ഒരു സെറ്റപ്പിന് എത്രത്തോളം ആക്യുറസി കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇനി നാളെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഇന്ന് നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറി കഴിഞ്ഞു. നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കറക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ 30 മിനിറ്റ്സിൻ്റെ ചാർട്ടായിരുന്നു നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ എന്തിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു മൂവ് ഒറിജിൻ ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു മൂവിൽ നിന്ന് ഞാനിവിടെ ഫിബോണാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 0.5 വരെയുള്ള റിട്രേസ്മെൻറ്റ്, ഓൾമോസ്റ്റ് എക്സാക്റ്റ് എത്ര എത്തി എന്നുള്ള ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് അതുവരെയുള്ള റിട്രേസ്മെൻറ്റ് എന്തായിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്നിട്ട് 48,500 എന്നുള്ള പോയിന്റിൻ്റെ താഴത്തേക്ക് വരികയും അതിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം ആസ് പെർ ഫിബൊണാച്ചി ആണെന്നുണ്ടെങ്കിലും ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുള്ള പോയിൻ്റാണ്. ആൻഡ് 48,500 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുമാണ്. ആവറേജ് ക്ലോസിങ് അതിൻ്റെ തൊട്ട് താഴെയാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തൊട്ടടുത്താണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും, മാർക്കറ്റിൽ ഇവിടെ ബയേഴ്സ് ഒരു പോയിന്റിലെങ്കിലും ആക്റ്റീവ് ആവാൻ സാധ്യതയുള്ളൊരു പോയിന്റ് തന്നെയാണ് നിൽക്കുന്നത്, നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയിൽ ഫിബൊണാച്ചി റിട്രേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു കറക്ഷൻ നിഫ്റ്റി കാണിച്ചിട്ടില്ല. നിഫ്റ്റിയിൽ സ്റ്റിൽ സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതും റിയാലിറ്റിയാണ്. നാളെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാവണം നമ്മളുടെ ട്രേഡുകൾ ഉണ്ടാവേണ്ടത്, നാളത്തേക്ക് നമ്മുടെ റേഞ്ചുകൾ നമ്മൾ എങ്ങനെയൊക്കെയാവണം മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം. ആൻഡ് ഇന്നലെയും ആരോ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, ഈ കോഴികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്റ്റിൽ ഞാനുള്ളത് നാട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ്. നാട്ടിലുള്ള എന്താ പറയുക, ആ ഒരു സൗണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇവിടെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 22,700 എന്നുള്ള ഈ ഒരു പോയിൻ്റാണ്. 22,700. 22,700നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 22,700ൻ്റെ താഴെയായിട്ട് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 22,600 എന്നുള്ള ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. ഒരു സംശയവും വേണ്ട, ഈ ഒരു പോയിന്റിലേക്കൊക്കെ ഈസി ആയിട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,500 എന്നുള്ളൊരു പോയിന്റിലേക്കും നമുക്ക് ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സൈഡിലേക്കാണ് മൂവ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മൂവിനെ മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഓവറായിട്ടുള്ള ക്വാണ്ടിറ്റി കയ്യിൽ വെച്ച് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാണ്ടിരിക്കുക. കാരണം എനി ചാൻസ് മാർക്കറ്റിലൊരു എന്താ പറയുക, ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രീമിയം ഡി കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് നല്ല രീതിയിലുള്ളൊരു പ്രീമിയം ഡി കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ്
നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമ്മളുടെ ഇലക്ഷൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വീക്കാണ് വരാൻ പോകുന്നത്. സോ അടുത്ത ആഴ്ചയിലേക്കുള്ള ട്രേഡ് പ്ലാനുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാണ്ടിറ്റിനെ മിനിമൈസ് ചെയ്യുക. ആൻഡ് ഉറപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇലക്ഷൻ റിസൾട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മൂവുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ളത് ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇലക്ഷൻ ആണല്ലോ, ഈ ഒരു ഇവൻ്റ് ഇനി വരണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയണമല്ലോ, അതുകൊണ്ട് ഞാൻ വലിയൊരു ക്വാണ്ടിറ്റി എടുക്കാം, അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിന് റീചാർജ് ചെയ്യാം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഈ ഒരു പോയിന്റിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യുക. ഇൻ എനി ചാൻസ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ അഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. പ്രീവിയസ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ താഴെയായിട്ട് ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സ് നെഗറ്റീവ് ക്ലോസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ലോങ്ങിലേക്കുള്ള ട്രേഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോഷ്യസ് ആവുക, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ പിന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു റേഞ്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിനേക്ക് ചാടി കയറുക എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്നറിയോ, 48,660 എന്നുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ആയിരിക്കും മാർക്കറ്റിൽ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ഒരുപാട് ടൈം ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്, ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. ഇവിടെ ഒന്ന് നോക്കുന്നുണ്ട്, 2ാമത്തെ പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യം ഒക്കെ വന്നിട്ട് ഈ ഒരു റേഞ്ചിനെയാണ്, ഈ ഒരു പോയിന്റിനെയാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. ആൻഡ് ഇൻഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ OI ഉണ്ടായിരുന്നത്, ഞാൻ ഉച്ചക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം 48,700 എന്നുള്ള സ്ട്രൈക്കിൽ കോളിൽ ഒരുപാട് OI ആഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാമായിരുന്നു. ഇന്നിപ്പോൾ എക്സ്പയറി തീർന്നതോടുകൂടി കുറേ അൺവൈൻഡ് ആയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഞാനത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഫ്രഷ് മൂവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. സോ 48,680 എന്നുള്ള ലെവലിന്, അല്ലെങ്കിൽ 660 എന്നുള്ള ലെവലിന്, 660 നോക്കിയാൽ മതി, 660 എന്നുള്ള ലെവലിന് നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48,440 അല്ലെങ്കിൽ 440 തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിന് 440 എന്നുള്ള റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു 2 റേഞ്ചിൻ്റെ താഴെയോ മുകളിലോട്ടായിരിക്കും നാളെ മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. സോ 48,440 എന്നുള്ള ലെവലിന്, 440 എന്നുള്ള ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 48,200 എന്നുള്ള പോയിന്റാണ്. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 48,020 എന്നുള്ള ലെവലിനെയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു 2 ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് ഇൻഫാക്റ്റ് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് മൊമെൻറ്റം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 48,920 എന്നുള്ള ആ ഒരു ലെവലായിരിക്കും. ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെയുള്ള മൊമെൻറ്റം, അതായത് 49,120 എന്നുള്ള ലെവൽ വരെയൊക്കെയുള്ള മൊമെൻറ്റം നമുക്ക് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിലും വാച്ച് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൊമെൻറ്റം കാണാൻ സാധ്യതയുള്ളൂ. ഇൻഫാക്റ്റ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ചെറിയൊരു പുൾ ബാക്ക് എന്തായാലും സാധ്യതയുണ്ട്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതിനുശേഷം മാർക്കറ്റിൻ്റെ മൊമെൻറ്റം താഴത്തേക്ക് തന്നെ ആയിരിക്കും കൂടുതലുള്ള സാധ്യത. കാരണം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് മാർക്കറ്റ് ഉള്ളത്. ആൻഡ് ആ ഒരു മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ചെറിയൊരു വോളറ്റൈലിറ്റി സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുന്നതിന് ശേഷം ഷാർപ്പായിട്ട് താഴത്തേക്കുള്ള മൊമെൻറ്റം ആയിരുന്നു HDFC ബാങ്കിൽ കാണിച്ചുകൊണ്ടിരുന്നത്. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1512 എന്നുള്ള ഈ ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു പോയിന്റിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം അവിടെ കാണാൻ സാധ്യതയുള്ളൂ. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഗ്യാപ്പ് ഡൗൺ, താഴത്തേക്കുള്ള ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റി. സോ 1108 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രം മൊമെൻറ്റത്തിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എഗെയിൻ നമ്മൾ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1165 എന്നുള്ള ലെവലിൽ 1170 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ എഗെയിൻ നമ്മൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 1695 എന്നുള്ള ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ താഴെയാണോ മുകളിലാണോ മാർക്കറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത അപ്രോച്ച് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് സെൻറ്റിമെൻറ്റിനായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ
പിന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1455 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ ലെവലിനെ. ഈ ഒരു ലെവലിൻ്റെ താഴെയോ മുകളിലോ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങളെ പിന്നെ വായിക്കേണ്ടതുണ്ട്. ആൻഡ് TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. 3815 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 3815 താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. എഗെയിൻ നമ്മൾ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2885 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 2885 താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് തന്നെ ആയിരിക്കും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 95 ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ചിനെയും കൂടി നമ്മൾ വാച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.